ഹായ്. കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് ഒന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല മഴയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ ഇത് നിങ്ങൾ ക്ഷമയോട് കൂടി കേൾക്കണം. കാരണം ഓബിയസ്ലി എല്ലാ പേരൻസിനും തോന്നും ഇവൻ എന്ത് യോഗ്യത ഉണ്ട് ഇത് പറയാനെന്ന്. കാരണം എനിക്ക് കുട്ടികളില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സമയം ജീവിതത്തിൽ ചിലവഴിക്കാറുള്ളത് കുട്ടികളോടൊപ്പമാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് കുട്ടികളില്ല. ഞാനും കുറച്ച് നാൾ മുമ്പ് ഒരു കുട്ടിയായിരുന്നു. എപ്പോഴും ഒരു കുട്ടിയായി ഇരിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. നമ്മുടെ സ്വഭാവത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സുകൊണ്ട്. അതായത് ഒരു ബിഗിനേഴ്സ് മൈൻഡ്, എല്ലാത്തിനെയും പുതിയതായി കാണുന്ന, പുതിയതായി അപ്രോച്ച് ചെയ്യുന്ന കുട്ടികളുടെ മനസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കാണുന്നത്, ഞാൻ കുഞ്ഞിലേ മുതലേ ഈ കുട്ടികളെ ഇങ്ങനെ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നതാണ്, ഞാൻ കുട്ടിയായിരുന്ന കാലം മുതലേ. ഇപ്പം ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പലരും കുട്ടികളല്ലാതായി മാറിയിരിക്കുകയാണ്. അതായത് അവർ ഇന്നേറ്റ് ആയിട്ടുള്ള ചില ടാലൻസ്, ചില കഴിവുകൾ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതിൻ്റെ വൺ ആൻഡ് ഓൺലി റീസൺ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിന് 90% പ്രോബ്ലത്തിൻ്റെയും പ്രധാന റീസൺ മൊബൈൽ ഫോണും ഷോർട്ട് മീഡിയ കണ്ടൻറ്റുമാണ്. ടി വിയും ഒരു കാരണം തന്നെയാണ്. ഇപ്പോൾ മൊബൈലുമായിട്ട് ടി വി കൊടുത്താലും സെയിം എഫക്റ്റാണ്. ഷോർട്ട് കണ്ടൻറ്റായ റീല്, നമ്മുടെ യൂട്യൂബ് ഷോർട്സ്, ഇനി ഇതെല്ലാം കൂടെ കമ്പൽ ചെയ്ത് വരുന്ന ഒരു 1.5 മണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ പോലും ഇതുപോലെയാണ് നമ്മുടെ ഇമോഷൻസ് ഷിഫ്റ്റ് ആവുന്ന ഓരോ വീഡിയോയും മാറുമ്പോഴും. ഞാൻ കണ്ടിട്ടുണ്ട് ചില പാരൻസ് ഷോർട്ട് കണ്ടൻറ്റ് അല്ലെങ്കിൽ റീൽസ് അല്ലല്ലോ കാണുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇതിനെ ബൈപ്പാസ് ചെയ്യുന്നൊരു മെത്തേഡ് ആക്ച്വലി യൂട്യൂബിലുണ്ട്. അതായത് ഒരുപാട് ഷോർട്സ് എല്ലാം കൂടി കമ്പൽ ചെയ്ത് ഒരു വലിയ 1.5 മണിക്കൂറുള്ള വീഡിയോ ആക്കിയിട്ടായി, എന്നിട്ട് അതങ്ങ് പ്ലേ ചെയ്ത് കൊടുക്കും കുട്ടികൾക്ക്. അല്ലെങ്കിൽ കുട്ടികൾ സ്വന്തമായി അത് പ്ലേ ചെയ്യും. ഇത് കുട്ടികളുടെ ബ്രെയിനിനെ എത്രത്തോളം ഡീജനറേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതേ ഇല്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഓരോ വീഡിയോയിലെ കണ്ടൻറ്റ് മാറുന്നത്. ഓരോ കണ്ടൻറ്റും ഓരോ ഇമോഷനായിരിക്കും. നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ ചറപറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്ന ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. കുട്ടികളിൽ പലരും ഇമോഷണൽ ഇൻ്റലിജൻസ് വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. അത് കാരണം അവർ വളരെ വയലൻ്റ് ആവുന്നു, വളരെ ഹൈപ്പർ ആക്റ്റീവ് ആവുന്നു. എസ്പെഷ്യലി അവർക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലായിരിക്കും ഒരു സന്തോഷം കണ്ടെത്തുന്നത്. ഇതിൻ്റെ ഡേഞ്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത കുട്ടികളാണ് ഭാവിയിൽ വലിയ സൈക്കോപാത്തുകളായിട്ട് മാറുന്നത്. ഭാവിയിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ ശരിയായിരിക്കും വരുന്നത്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, പല കുട്ടികൾക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റായി ഇന്ന് മാറിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ശീലിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവരത് കണ്ടെത്തും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ഒരു വല്ലാത്തൊരു സ്റ്റിമുലേഷൻ നേടാനുള്ളൊരു ലെവലിലേക്ക് മാറിപ്പോയി. ബ്രെയിൻ ഒരു സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടി ബ്രെയിൻ എന്തും കാണിക്കുക എന്നുള്ള രീതിയിലോട്ട് താഴ്ത്തപ്പെട്ടു പോയി. ഇതിന് പ്രധാന റീസൺ ഞാൻ പറഞ്ഞല്ലോ, ഈ ഷോർട്ട് മീഡിയ കണ്ടൻറ്റും പിന്നെ ഷുഗറാണ്. ഭയങ്കരമായി ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു സാധനം. ഷുഗർ എത്രത്തോളം ഡേഞ്ചറാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വിചാരിക്കും, പല വയസ്സായ പാരൻസും പറയാറുണ്ട്, ഞങ്ങളും കുട്ടികളെ വളർത്തിയതാണ്, ഞങ്ങൾ അവർക്ക് മുട്ടായിയൊക്കെ കൊടുത്തല്ലോ എന്ന്. നിങ്ങൾ കൊടുത്ത മുട്ടായി അല്ല ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മുട്ടായി. പണ്ടുള്ള കാലത്ത് മുട്ടായിലും അല്ലെങ്കിൽ ചില പ്രോഡക്റ്റ്സിലും മാത്രം ഉണ്ടാകുന്ന ഷുഗർ, ഇന്ന് ഷുഗർ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് പോലും നിങ്ങൾക്ക് ലഭിക്കില്ല. എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം. ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു കടയിൽ നിന്ന് ഞാൻ വിത്തൗട്ടായിട്ട് ചായ മേടിക്കുമ്പോൾ ആ വിത്തൗട്ട് ചായയിൽ പോലും അല്പം പഞ്ചസാര സ്പ്രിങ്കിൾ ആ ഗ്ലാസ്സിൽ ചെയ്തിട്ടാണ് അവർ വിത്തൗട്ട് ചായ അടിച്ച് തരുന്നത്. സോ ബേസിക്കലി അത്രത്തോളം ഷുഗർ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പണ്ട് മുട്ടായിൽ ഷുഗറിൻ്റെ അളവ് 10% ആയിരുന്നെങ്കിൽ ഇന്നത്തെ 90% മാറിയിട്ടുണ്ട്. കാരണം ദ മോർ ദ ഷുഗർ, ദ മോർ ദ അഡിക്ഷൻ, മോർ കസ്റ്റമേഴ്സ്. അതാണല്ലോ എൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ്, കൂടുതൽ അഡിക്ഷൻ, കൂടുതൽ ആളുകളെ ഇതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തൊരു ബിസിനസ്സാണ്. ഞാൻ ഈ ഷുഗറിനെയോ അല്ലെങ്കിൽ മൊബൈൽ കമ്പനികളെയോ ഒക്കെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തി എന്തോ വലിയ കാര്യം നേടാൻ വേണ്ടി വന്നതൊന്നുമല്ല. ഇപ്പം എനിക്ക് പറയാനുള്ള പാരൻസിനോടാണ്, നിങ്ങളൊരു അല്പനേരം ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം തന്നെ മാറും. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം, അതായത് ഫോണ്, ഷുഗർ, ഇത് രണ്ടിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുക അല്ല എന്നല്ലാതെ യാതൊരുവിധ യൂസും നിങ്ങൾക്കുണ്ടാവില്ല. ഇത് അവോയ്ഡ് ചെയ്യാതെ ഇതിനെ ബൈപ്പാസ് ചെയ്യാമെന്നും ആരും വിചാരിക്കേണ്ട. പലരും എനിക്ക് ജോലി തിരക്കുണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഫോണില്ലാതെ അവൻ കഴിക്കുന്നില്ല, കുറച്ച് ദിവസം കഴിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. വേറെ വഴിയില്ല. ഭാവിയിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ജീവിതം ഇല്ലാതായി പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നേരം കഴിക്കാതിരിക്കുന്നതല്ല, അല്ലെങ്കിൽ 2 ദിവസം കഴിക്കാതിരുന്നു തന്നെ വിചാരിച്ചോട്ടെ. എത്ര വലിയ ഡോപ്പാമിൻ സ്പൈക്കുകളാണ് അവരുടെ ബ്രെയിനിൽ ഈ സാധനങ്ങൾ കൊണ്ട് കിട്ടുന്നതെങ്കിലും ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ഡൗൺ. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്ലോ ആയിട്ട് ഇതിനെ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. സ്ലോ ആയിട്ട് കട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ അവർക്കൊരു ചെറിയ കാംനെസ് വരുന്ന കണ്ടിട്ട് വീണ്ടും പഴയതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ
ഒരു ഉപയോഗവുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യു ആർ ഡൂയിങ് എ വെരി ക്രിമിനൽ തിങ്. നിങ്ങൾ ചെയ്യുന്നൊരു വലിയ ക്രിമിനൽ തിങ് ആണിത്. പലരും മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സെൽഫ് ക്രിറ്റിസിസം കേൾക്കാൻ പോലും പല പാരൻസ് റെഡിയല്ല. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള പല പാരൻസിനും പോലും നോർമൽ മൈൻഡ് സെറ്റ് ഇപ്പോൾ ഇല്ല. അവരും ഈ സോഷ്യൽ മീഡിയയ്ക്കും ഷോർട്ട് വീഡിയോ കണ്ടന്റിനും ഷുഗറിനും വളരെ അഡിക്റ്റ് ആണ്. സോ അവരുടെ ബ്രെയിനിന് ഒരു ഡീജനറേഷൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു മോശപ്പെട്ട സൈഡ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല. ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടി അല്ലെങ്കിൽ ഒരു 8 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലാണ്. അതിലേക്ക് ഇങ്ങനെ ഷുഗറും ഈ ഷോർട്ട് വീഡിയോ കണ്ടൻസും ഒക്കെ അവരുടെ ഇമോഷൻസിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുന്നത് അവരുടെ ജീവിതം പൂർണ്ണമായി നശിപ്പിക്കും. ഇന്ന് ഷുഗറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ ഷോർട്ട് കണ്ടൻറ്റിൽ കണ്ടെത്തുന്ന സുഖം പോരാത്തൊരു സമയം വരും. അന്ന് അവർ കൊക്കൈൻ തുടങ്ങി മെത്താംഫെറ്റമീൻ പോലുള്ള വലിയ വലിയ ഡ്രഗുകളിലേക്ക് പോകും. നിങ്ങൾക്ക് അവരെ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. ഇതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുവരുന്നത് ADHD എന്ന് പറയുന്ന ഒരു അസുഖം വളരെ കോമൺ ആയിട്ട് കുട്ടികളുടെയും പാരൻസിൻ്റെയൊക്കെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞു. പണ്ട് ഇതൊക്കെ അൺഡയഗ്നോസ്ഡ് ആയി പോയ കേസുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും കേസുകൾ വളരെ റാപ്പിഡാണ്. റീസൺ ഈ പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്. പാരൻസ് കുട്ടികളിൽ അറ്റൻഷൻ കൊടുക്കാത്തതാണ് ഈ പറയുന്ന കാരണം. അതായത് ADHD ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പല സയൻറ്റിസ്റ്റുകളും ഇന്ന് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ഇൻ്റർനെറ്റിലൊക്കെ. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, സ്യൂഡോ സയൻസിനെ പറ്റിയല്ല പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളത് നോക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്, അതായത് ഒരു ആത്മീയപരമായിട്ടുള്ള കാഴ്ചപ്പാട് നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ്സിൻ്റെ ഡിസ്ട്രാക്ഷനാണ് ഉണ്ടാകുന്നത്. അത് അവയർനെസ് കുറയുക, അറ്റൻഷൻ സ്പാൻ കുറയുക എന്നുള്ളതാണ്. നമ്മുടെ അവയർനെസ് കുറയുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിനും നമ്മുടെ ലൈഫും എല്ലാം ഡിറ്റീരിയറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതായത് നശിച്ചുകൊണ്ടേയിരിക്കും. ഈ പണ്ടത്തെ കാലത്ത് വയസ്സായ ഒരു 80 വയസ്സുള്ള ആൾക്കുണ്ടായിരുന്ന അറ്റൻഷൻ സ്പാൻ പോലും ഇന്ന് നല്ല പ്രൈം ഏജിൽ ജീവിക്കുന്ന ഒരു 18-20 വയസ്സിലുള്ള ഒരു കുട്ടിക്കില്ല. അതിൽ താഴെയുള്ളവർക്ക് പോലും, കുട്ടികൾക്ക് പൊതുവെ അറ്റൻഷൻ സ്പാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ അവർക്ക് ഗ്രാസ്പിംഗ് പവർ വളരെ ഹൈ ആണ്. കാരണം നമ്മൾ പറയുന്ന അറ്റൻഷൻ ലെവലിൽ അപ്പുറത്തുള്ളൊരു അവയർനെസ്സുമായിട്ട് അവർ കണക്റ്റഡ് ആണ്. ആ അവയർനെസ്സാണ് അവരെ ഇത്രയും ഈസി ആയിട്ടെല്ലാം പഠിക്കാനും അലോ ചെയ്യുന്നത്. അതായത് ഈ സെൻ ബുദ്ധിസത്തിൽ പറയുന്ന ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറയുന്ന ഒരു മൈൻഡ് അവർക്ക് നാച്ചുറലായി ഇനേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുട്ടിയായിരുന്ന കാലത്തെ വരെ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് ധ്യാനം സ്വാഭാവികമായി സംഭവിക്കുമായിരുന്നു. മെഡിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല, മെഡിറ്റേഷൻ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ പിന്നീട് ഞാൻ വലുതായതിനു ശേഷം മെഡിറ്റേഷൻ ട്രൈ ചെയ്താൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയി. കാര്യം അന്ന് നമ്മുടെ അവയർനെസ് വളരെ ഫ്രീ ആയിരുന്നു. ഒന്നിലേക്കും പിടിച്ചു കെട്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവയർനെസ് എന്തിലേക്കെങ്കിലും പിടിച്ചു കെട്ടപ്പെടുകയും നമ്മൾ അറ്റൻഷൻ ഫുൾ അതിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഈ ഡിറ്റീറിയറേഷൻ സംഭവിക്കുന്നത്. കുട്ടികളുടെ അവയർനെസ് വളരെ ഓപ്പണാണ്, വളരെ ഫ്രീ ആണ്. അവർ പുറത്തും മറ്റ് കുട്ടികളുമായി കളിച്ചും ഇടപഴകിയും പ്രകൃതിയിലൊക്കെ ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ അവയർനെസ്സിൻ്റെ ഒരു വാസ്റ്റ്നെസ്സിൻ്റെ ഒരു അനുഗ്രഹം അവർക്കുണ്ടാവും. അത് നേരെ തിരിച്ചാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കുട്ടികൾ നിങ്ങൾ പുറത്ത് കളിക്കാൻ വിടുമെന്നൊക്കെ ഉള്ളൊരു വലിയ ചോദ്യമാണ്. പലർക്ക് സമയമില്ല എന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങളുടെ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ ഞാനാണല്ലോ. പക്ഷേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഹാപ്പി ബ്യൂട്ടിഫുൾ ലൈഫ് വേണമോ, അതോ യു വാണ്ട് ഹിം ടു എൻഡ് അപ്പ് ഇൻ എ മെൻ്റൽ അസൈലം എന്ന് നിങ്ങൾ ആലോചിക്കുക. ഈ പണ്ടുള്ള കാലത്തെ പറ്റി എല്ലാവരും നെസ്റ്റാൾജിയോടുകൂടി പറയുക, ഇന്നത്തെ കുട്ടികൾ 3 വയസ്സിലെ ഫോൺ ഉപയോഗിക്കുന്നത്, ഞാൻ 3 വയസ്സിൽ മണ്ണ് വാരി തിന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ചുമ്മാ കുട്ടികളെ കൊണ്ട് റോഡിലിട്ട് മണ്ണ് വാരി കഴിപ്പിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പ്രകൃതിയുമായ ഒരു കണക്ഷൻ അവർക്ക് എപ്പോഴും ആവശ്യമാണ്. പ്രകൃതിയുമായി കണക്റ്റഡ് ആവാൻ പലപ്പോഴും ഇന്ന് കുട്ടികൾക്ക് സാധിക്കാറില്ല. കാരണം സിറ്റിക്കകത്തൊക്കെ ആണെങ്കിൽ പാർക്കിൽ പോവാതെ നമുക്ക് ഒരു മരം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പല സിറ്റികൾ മാറിപ്പോയി. ചില സിറ്റികൾ അല്ലാതെ ഉണ്ട്. ഇപ്പോൾ ഈ പ്രകൃതിയുമായി കണക്ട് ചെയ്യുക, അതുമായിട്ട് ഇടപഴകി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഈ മരങ്ങളെ കെട്ടിപ്പിടിക്കുക, മൃഗങ്ങളെ കെട്ടിപ്പിടിക്കുക എന്ന് മാത്രമല്ല, മനുഷ്യരുമായി ഇടപഴകുക എന്ന് പറയുന്നതും പ്രകൃതിയുടെ ഭാഗമാണ്. പലരും തിരിച്ചറിയും. ഇപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം പ്രകൃതി ദോ അവിടെ ഇരിക്കുന്നു, ആ കാട്ടിലും മലയിലും കുന്നിലും, ഞാനിവിടെ മാറിയിരിക്കുന്നു എന്നാണ്. പക്ഷേ ശരിക്കും മനുഷ്യൻ മനസ്സിലാക്കാത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് നമ്മൾ. മനുഷ്യൻ ഈ പ്രകൃതിയിലുള്ളൊരു സംഭവമാണ്, പുറത്തുനിന്ന് വന്നൊരു കാര്യമല്ല. നമ്മൾ ഏലിയൻസ് അല്ലല്ലോ. സോ ഡെഫിനറ്റ്ലി വി ആർ എ പാർട്ട് ഓഫ് ദിസ് നേച്ചർ. അതുകൊണ്ട് തന്നെ കുട്ടികൾ മനുഷ്യരുമായി ഇടപഴകണം. ആദ്യം അത് പാരൻസാണ് ചെയ്യേണ്ടത്. അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അറ്റൻഷനും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പോകും. അല്ലെങ്കിൽ അവർ ഒരു അറ്റൻഷൻ ക്രേവ് ചെയ്യുന്ന ആളുകളായി മാറും. പലപ്പോഴും പണ്ട് ഈ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് അറ്റൻഷൻ കൊടുക്കാത്ത പാരൻസിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവുകയും സ്നേഹം തേടി മറ്റുള്ളവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്ന. അവർക്ക് സ്വന്തം പാരൻസിനോട് എപ്പോഴും വെറുപ്പായിരിക്കും. ഒരു പാരൻറ്റുമായിട്ടൊരു നല്ല ബന്ധമില്ലാത്ത ഒരു കുട്ടിക്ക്
എസ്പെഷ്യലി അവരുടെ റിലേഷൻഷിപ്പിൽ പോലും ഒരു നല്ല അവസ്ഥ ഉണ്ടാവില്ല. നല്ല അവസ്ഥ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് തന്നെ ഉണ്ടാവില്ല. പലരും സെക്സിനൊക്കെ അഡിക്റ്റ് ആയി പോകുന്നതും ഒരു കാമുകനിൽ നിന്ന് മറ്റൊരു കാമുകനിലേക്ക് മാറിപ്പോകുന്നതും തിരിച്ചും അങ്ങനെ തന്നെ. സംഭവിക്കുന്നതിൻ്റെ പ്രധാന റീസൺ അവരുടെ ഫാമിലി ലൈഫിൽ, അതായത് അവരുടെ അച്ഛൻ അമ്മമാരിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹത്തിന് സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. അപ്പോൾ അവർ ആ സ്നേഹം, ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് പല പല മേച്ചൽപ്പുറങ്ങൾ തേടി പോകും. സുഖം തേടിയാലേ ചിലർ ഡ്രഗ്സിലേക്ക് പോകും, ചിലർ സെക്സിലേക്ക് പോകും, ചിലർ വീഡിയോ ഗെയിംസിലേക്ക് പോകും, പല റീസൺസിലേക്ക് പോകും. പക്ഷേ ഇവിടെ ഈ നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം എല്ലാവരും മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളും മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇതിൽ നിന്നൊക്കെ മാറി നമ്മുടെ കുട്ടികൾക്ക് ഒരു സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ഒരു ജീവിതം വേണ്ടേ? വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോൺ യൂസ് നിങ്ങൾ ഇപ്പോൾ എസ്പെഷ്യലി 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക. എന്ത് നഷ്ടം ഉണ്ടായാലും അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയുടെ സ്കൂൾ ഹോംവർക്ക് മുടങ്ങിപ്പോയാൽ പോലും നിങ്ങൾ കൊടുക്കാതിരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുട്ടിക്ക് ലൈഫ് ഉണ്ടാവുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ മെൻ്റൽ ട്രോമ കുട്ടികൾക്കുണ്ടാവും. അതുകൊണ്ട് സ്ലോ ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഡെഫിനറ്റ്ലി ഒരു 1.5 മന്തിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും, എത്ര അഡിക്റ്റായ കുട്ടിയായാൽ പോലും. അതുപോലെ തന്നെ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് 0 ഷുഗർ എന്ന് പറയുന്ന ഇന്നത്തെ കൺസെപ്റ്റിലോട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് പോസിബിൾ അല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോർമലി നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റിലുൾപ്പെടെ നോർമൽ ഫുഡുകൾ, ഇപ്പോൾ ചായയിൽ പഞ്ചാരട്ടല്ലേ നമ്മൾ കുടിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി. അതൊരു വലിയ പ്രശ്നമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാമൂഹികമായി ഇടപെട്ട് ജീവിക്കാൻ പറ്റാതായി പോകും. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് ഇല്ല മോങ്ക് ലൈഫ് ജീവിക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഈ സമൂഹത്തിൽ ഇടപെട്ട് സ്വസ്ഥവും സമാധാനമായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. സോ അതുകൊണ്ട് ഈ മുട്ടായികളിലൂടെ മറ്റ് പല ലഹരികളിലൂടെ ഇങ്ങനെ ഷുഗർ പമ്പ് ചെയ്ത് കൊടുക്കുന്നത് നിർത്തിയിട്ട് ബേസിക്കലി ഇപ്പോൾ ലൈഫിൽ വീട്ടിൽ നമുക്ക് പഴം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കാം, അതിനൊക്കെ ഷുഗർ കിട്ടും. ഇതിന് പുറമെ ചായയിൽ പഞ്ചാരയിട്ട് കുടിക്കും പിള്ളേർ, അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരു മുട്ടായി കഴിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ ഒരു കേക്ക് കഴിക്കും, അത് മതി. വൈകുന്നേരം ചായക്ക് പിള്ളേർക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത മുട്ടായി അല്ലെങ്കിൽ ഈ ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റുകളൊക്കെ വാരി തട്ടി കൊടുക്കാതിരുന്നാൽ മതി. പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മറ്റു നല്ല കാര്യങ്ങൾ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ കൊണ്ടും ഒരു ബേസിക് ലെവലിൽ നിന്ന് മേലിലേക്ക് ഇന്ന് പല കുട്ടികൾക്ക് അവയർനെസ് കിട്ടില്ല. കാരണം പലരും വലിയ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞു, ഇനി അന്ന് കയറി വരണ്ടേ. അതിനാദ്യം ഉണ്ടാവേണ്ട ഒരു കാര്യം പേരൻസിന് അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. പേരൻസിന് ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അവയർനെസ്സും ബോധവും എന്ന് ഞാൻ പറയുമ്പോൾ ഈ തെറ്റ് മനസ്സിലാക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ അവെയറായിരിക്കുക, കോൺഷ്യസ് ആയിട്ട് ആക്ടിവിറ്റികൾ ചെയ്യുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നിങ്ങൾ കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ച് ഫോണും മറ്റ് TV പോലുള്ള കാര്യങ്ങളിലേക്ക് അഡിക്റ്റായി പോകാതിരിക്കുക. കാരണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് അഡിക്റ്റായി നിങ്ങൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഇത് കണ്ടത് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ അറ്റൻഷൻ കുട്ടിയിൽ നിന്ന് മാറുക എന്നുള്ളത് കുട്ടിയിൽ ആവശ്യമില്ലാത്തൊരു വോയിഡ് ക്രിയേറ്റ് ചെയ്യും. അവരുടെ ഉള്ളിലൊരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഒരു വല്ലാത്ത ഒരു വിഭ്രാന്തി പോലുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കുട്ടികളാണ് ഭാവിയിൽ ആരിൽ നിന്നെങ്കിലും അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്. കാരണം നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ കോൺഷ്യസ് ലെവലിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ എന്ത് കാര്യത്തിലാണ് കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണോ, അതോ വെറുതെ ഷോർട്ട് കണ്ടന്റിലേക്ക് വേണ്ടി കൊടുത്തിട്ട് നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ നശിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങൾ ജീവിക്കുന്ന ആളുകളുടെയും ജീവിതം നശിപ്പിക്കണോ? ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു വീട്ടിൽ ഒരാൾ കോൺഷ്യസ് ആയിരുന്നു കഴിഞ്ഞാൽ, ഒരാൾ വല്ല അവയർനെസ്സോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരാളുടെ കോൺഷ്യസ് ലെവലും ആ ഒരാളുടെ അവയർനെസ്സും ആ വീട്ടിലെ എല്ലാവരെയും സ്വാധീനിക്കും. ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ. അവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്, അത് ഇന്നെവിറ്റബിളാണ്. അത് പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കില്ല. സോ ഡെഫിനറ്റ്ലി ബി അവെയർ. കുട്ടികൾക്കൊരു നല്ല ലൈഫ് ഉണ്ടാവട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറയാതെ നിർത്താൻ പറ്റത്തില്ല. ഞാൻ ഈ ഷുഗർ, ഫോൺ, ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് ബേസിക്കായിട്ട് പറഞ്ഞെങ്കിലും കുട്ടികൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കരുത്. അതായത് നമ്മുടെ എന്താ പറയുക, ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള വസ്തുവല്ല കുട്ടികൾ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി തീർക്കണം. അത് കുട്ടികളുടെ മണ്ടയിൽ തീർക്കരുത്. പല പാരൻസിലും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രധാന കാരണമാണ് അവർ ഈ കുട്ടികളെ ഷുഗറും ഷോർട്ട് കണ്ടൻറ്റും ഒക്കെ വച്ചങ്ങ് പമ്പ് ചെയ്ത് വിട്ടിട്ട് അവർക്ക് എളുപ്പവഴിക്ക് ജോലിക്ക് പോകാനും പെട്ടെന്ന് പിള്ളേരെ ഫുഡ് കഴിപ്പിക്കാനും പല ആവശ്യത്തിന് വേണ്ടി ചെയ്ത് വെച്ചിട്ട് ഈ കുട്ടിയുടെ 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം കുട്ടികളുടെ തലച്ചോറിനെ നിങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞു. ആ കുട്ടിക്ക് ഇനി എന്ത് മഹാത്ഭുതം നിങ്ങൾ കാണിച്ചാലും പഠിക്കാൻ പറ്റില്ല. ചില ട്രിക്കുകൾ വഴി അവരെ പഠിപ്പിക്കാമെന്നല്ലാതെ അവരെ അടിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ പേരൻസ് ഇങ്ങനെ പിള്ളേരെ പിടിച്ചിരുത്തി അടിച്ച് കാണാതെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ പേരൻസിനെ തല്ലിക്കൊല്ലാണ് വേണ്ടത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ ഈ അവസ്ഥയിലാക്കിയതിൻ്റെ ഒരേ ഒരു റീസൺ ഈ പേരൻസ് മാത്രമാണ്.
സത്യം നിങ്ങൾക്ക് ആ തെറ്റ് മാറ്റി ശരിയാക്കി അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അടിക്കണം. നിങ്ങൾ ആ കമ്പെടുത്തിട്ടോ അല്ലെങ്കിൽ ഒലക്ക എടുത്ത് നിങ്ങളുടെ തലയിലോ അടിക്കുന്നതാണ് നല്ലത്. വെറുതെ കുട്ടികളെ ഉപദ്രവിക്കരുത്. കാരണം നിങ്ങൾ ചെയ്ത തെറ്റിന് കുട്ടികളെ വലിപ്പിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഐ തിങ്ക് എന്താ പറയുക, ഇത് കേൾക്കുന്ന പേരൻസിനൊക്കെ എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദിസ്. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഒരു കാര്യം പറയാം, കോൺഷ്യസ് ആയി ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കും ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവുള്ളൂ. കുട്ടിക്ക് ബെറ്റർ ലൈഫ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കും. നാളെ നിങ്ങളുടെ കുട്ടികൾ തന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് ജീവിതം മാറാതെ നോക്കുക. കാരണം ഒരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവുന്ന ഒരു സമൂഹമാണ് എപ്പോഴും ബെറ്റർമെൻറ്റിലേക്ക് പോവുക. അല്ലാത്ത സമൂഹങ്ങളെല്ലാം തകർന്നു പോകും. അപ്പോൾ ഓരോ വീടുകളിൽ നിന്നാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. ഏതൊരു വീട്ടിലെ ഒരു കുട്ടിയുടെ മനോനിലവാരവും ആ വീട്ടിലെ വ്യക്തികളുടെ മനോനിലവാരവും പലരും വിചാരിക്കും അത് ആ വീട്ടിലല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മളെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. ഇറാനിൽ നടക്കുന്ന യുദ്ധം പോലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ നമ്മുടെ സൊസൈറ്റിയിലെ ഓരോ വ്യക്തിയുടെയും ജീവിതവും മനോനിലവാരവും കോൺഷ്യസ് ലെവലും എല്ലാം എല്ലാ മനുഷ്യരെയും ബാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരു പ്രകൃതിയുടെ ഭാഗമാണ്. ഇതൊരു സിംഗിൾ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ എവിടെ ഡാമേജ് ഉണ്ടായാലും അത് ഈ സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കും. So be aware. Thank you.